ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്വസ്റ്റ്യൻസും എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നത് രണ്ട് മേജർ പ്രൊജക്റ്റായിട്ടുള്ള ഓപ്പൺ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും അതേപോലെ തന്നെ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ മേജറായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. ഓപ്പൺ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ബഗ്സ് ആൻഡ് എറേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് ആ കാരണങ്ങൾ വരുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഓപ്പൺ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടുമോ എന്ന് കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് ഉണ്ട്. അതിനൊരു ക്ലാരിഫിക്കേഷനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണും. അതേപോലെ തന്നെ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ നിന്ന് ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് ഈ വെയിറ്റ് ലിസ്റ്റ് അവർ കൊണ്ടുവന്നത്, എന്താണ് അവർ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എപ്പോഴാണ് അടുത്തൊരു എയർ ഡ്രോപ്പ് തരാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാ ഡൗട്ടുകൾക്കും ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓപ്പൺ ലെഡ്ജറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ലെഡ്ജറിൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ അവിടെ ഡെയിലി ക്ലെയിം എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2 എന്ന് പറയുന്നുണ്ട്, ഒരുപാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും പോയിൻറ്റ്സ് കയറുന്നില്ല. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഒരു ട്വിറ്റർ പേജിലേക്ക് നമ്മൾ വന്നു എന്ന് പറഞ്ഞാൽ അവർ റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, മെയിൻ നെറ്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു മെയിൻ നെറ്റ് ഫേസിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ടെസ്റ്റ് നെറ്റ് ഫേസ് ഒക്കെ കഴിഞ്ഞു, മെയിൻ നെറ്റിലേക്ക് കൊണ്ടുവരാൻ പോകണം. അപ്പോൾ മെയിൻ നെറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ഒരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്, വെൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്പൺ ലെഡ്ജറിൻ്റെ അതിൻ്റെ ഒരു ഇതിൽ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റും കൂടി നമുക്ക് മനസ്സിലായി നമുക്ക് ഇതിൻ്റെ TG കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിനൊരു എയർ ഡ്രോപ്പും കൊണ്ടുവരാനുള്ള സാധ്യതകൾ പെട്ടെന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് പണ്ട് തൊട്ടേ കളിക്കുന്ന ആൾക്കാരുണ്ടാവും, ഈ ഒരു പ്രൊജക്റ്റിന് വളരെയധികം പ്രോഫിറ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓപ്പൺ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് കൈറ്റോ എപ്പേഴ്സിലൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈറ്റോ എപ്പേഴ്സിലൊക്കെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാർക്ക് കൂടുതൽ അലോക്കേഷൻ പോകാൻ ഒരുപാട് സാധ്യത കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊജക്റ്റിൽ പ്രതീക്ഷയൊക്കെ വയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പോയിൻറ്റ്സും നിങ്ങൾ ട്വിറ്ററിലൊക്കെ പോയി നോക്കിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിൻറ്റ്സ് ഉള്ള ആൾക്കാർ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ 1 വളരെയധികം ലാക്ക് കണക്കിന് പോയിൻറ്റ്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു 14Kയും അതേപോലെ തന്നെ 17Kയും അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വളരെയധികം കുറച്ചൊരു പ്രതീക്ഷ മാത്രം വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ടോട്ടൽ എത്ര പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യം പറയാം. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ ഒരു സ്റ്റേജിലൊക്കെയാണ് എത്തിയിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഓപ്പൺ ലെഡ്ജറിൽ ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കേണ്ട, ഒരുപാട് യൂസേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇതെന്ന് റിമൈൻഡർ ചെയ്യുന്നത്. ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇയർലി വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇത് വാങ്ങാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇമെയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാസ് ഹോപ്പ് ഈസ് ഷിപ്പിംഗ് ലിമിറ്റഡ് ബാച്ചസ്, യു ഹാവ് സെക്യൂർഡ് എ സ്പോട്ട് ഇൻ ലൈൻ. When your turn, you will get an email with a link to purchase. This is the easiest ways to earn the Grass network. No app, no management, no device to keep running. Just plug it and stay online. അപ്പോൾ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമുക്കത് ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വൈഫൈ മോഡോ ഒക്കെ നമ്മൾ ചെയ്യില്ല, നമ്മൾ ഒരു കുത്തി വയ്ക്കുന്നു. റെഗുലറായിട്ട് ഇതിൻ്റെ ഒരു പ്രൊസസ്സർ എന്ന് പറയാം, നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ നമുക്കൊരു ബിറ്റ് കോയിനൊക്കെ ഏൺ ചെയ്യാൻ വേണ്ടി പ്രൊസസ്സറൊക്കെ വെച്ച് മൈൻ ചെയ്യുന്ന ഒരു കാര്യം പോലെ തന്നെ ഇവർ അതിൻ്റെ ഒരു മോഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മോഡോ നമുക്ക് എന്താണ് വാങ്ങാനുള്ള ലിമിറ്റഡ് സ്ലോട്ടാണ് നമുക്ക് ഒരു വെയിറ്റിംഗ് ലിസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞത് വർത്താണോ ഇല്ലയോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വർത്താവാം, വർത്താവാതിരിക്കാം. ഇനി ഒരു എയർ ഡ്രോപ്പ് ഒക്കെ ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടിരിക്കും ഇവൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പും. അപ്പോൾ ഈ ഒരു ഗ്രാസ് ഹോപ്പർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇവൻ്റെ ഒരു എയർ ഡ്രോപ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഈ ഒരു ഗ്രാസിൻ്റെ ആപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രാസ് ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റൺ ചെയ്യാൻ തുടങ്ങുക. എന്താണെന്ന് പറഞ്ഞാൽ ഗ്രാസ് മൊബൈൽ ആപ്പിൽ നമുക്ക് 3.0x സ്പീഡിലാണ് പോയിൻറ്റ്സുകൾ കയറുക. അപ്പോൾ അവിടെ ഇപ്പോൾ 9 ആണ് ഏണിംഗ് കിടക്കുന്നത്. നമുക്കിവിടെ 1 തൊട്ട് 2 തൊട്ട് 3, 4, 5, 6, 7, 8, 9 വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ജൂലൈ 27 വരെയാണ് ഈ ഒരു ഇപ്പോഷ് 9. അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് ക്വാർട്ടർലി ഇല്ലെങ്കിൽ തേർഡ് ഓഫ് ക്വാർട്ടർ നമ്മുടെ ഈ ഒരു 2025 ക്വാർട്ടർലി 3 കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്വാർട്ടർലി 4 ഇല്ലെങ്കിൽ ഒരു അവസാന മാസമൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു എയർ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെയധികം നല്ല പ്രോഫിറ്റൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു ഗ്രാസ് ഹോപ്പർ ഇത് വാങ്ങിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപകാരമില്ല. ഒരുപാട് അലോക്കേഷൻ വന്നു, ഇല്ലെങ്കിൽ ഇതിന് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ വളരെയധികം വാല്യൂ ഒക്കെ ഉള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ്. വളരെ ലിമിറ്റഡ് സ്ലോട്ടായ കാരണം ഒരു $100 എബോക്കെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാം. ഇതിനൊരു പ്ലാന് അങ്ങനെയുള്ള കാര്യം, ജിയോ റീചാർജ് പോലെ പ്ലാന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു പ്രോഫിറ്റൊക്കെ കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതിൻ്റെ
മേജറായിട്ടുള്ള അപ്ഡേറ്റിനനുസരിച്ചിട്ടിരിക്കും ഈ ഒരു ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് ഇതെന്തായാലും വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വർത്തും ഫ്യൂച്ചറായിട്ടുള്ള അവർ തരുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോക്കാം. നോക്കിയിട്ട് അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് ഒക്കെ വരുന്നത് നവംബർ മാസമൊക്കെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒക്ടോബർ മാസമൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 27-ാം തീയതി കഴിഞ്ഞാൽ ഇപ്പോൾ 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലേക്കായിരിക്കും വരിക. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രാസ് ഹോപ്പറിൻ്റെ ഈ ഒരു ആപ്പ് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് വളരെയധികം പോയിൻറ്റ്സ് ഇപ്പോൾ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത്. ഗ്രാസ് ഹോപ്പറിൻ്റെ ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ നോഡും നിങ്ങൾ റൺ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും റൺ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ ഒരു 2 പ്രൊജക്റ്റിൻ്റെ ഡൗട്ടുകൾ, ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ആ ഒരു ടെലിഗ്രാമിൻ്റെ കമൻറ്റ് സെക്ഷൻ ഇല്ലെങ്കിൽ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡൗട്ടുകളൊക്കെ ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആൾക്കാർ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. ഇല്ലെങ്കിൽ ഞാൻ എന്നെ കണ്ടിൽ കാണുകയെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.